8 കിലോ വാട്ട് 400 വാട്ട് മോണോപെർക്ക് ഹാഫ് കട്ട് പാനൽ 20 എണ്ണം. മോണോപെർക്ക് ഹാഫ് കട്ട് ഉപയോഗിച്ചാൽ പെർഫോമൻസ് നമുക്ക് എത്രത്തോളം ഉയർത്താൻ കഴിയും? ഗുഡ്വി 8 കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാർ ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഈ പവർ പ്ലാന്റിൻ്റെ വിശദമായ ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. ഫസ്റ്റ് ഡേ നമ്മുടെ വെൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഷേഡിൻ്റെ പ്രോബ്ലം ഒഴിവാക്കാൻ 15 അടി ഉയരത്തിൽ വളരെ ഹെവി ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കലും സെയിം ഡേ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീറ്റർ ഫിക്സിംഗ് ആണ് ചെയ്യുന്നത്. സോളാർ മീറ്ററാണ് ആദ്യം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മോണോപെർക്ക് ഹാഫ് കട്ട് പാനലിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി വാട്ട്സ് 400 വാട്ടാണ്. ബ്രാൻഡ് RECയുടെ മോണോപെർക്ക് ഹാഫ് കട്ട് പാനലാണ്. സെൻട്രൽ നോക്കിയാൽ നമുക്കതിൻ്റെ ഹാഫ് കട്ട്, അതിൻ്റെ കട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. മോണോപെർക്കാണ് കാറ്റഗറി. പാനലെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ നമുക്ക് കറക്റ്റായി കിട്ടിയില്ല. നമുക്ക് കാണാൻ പറ്റും അടിയിൽ നിന്ന് 15 അടി ഉയരത്തിലാണ് സോളാർ പാനൽ ഇരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് അടിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയും പാത്ത് വേ എല്ലാം കറക്റ്റായിട്ട് സെൻറ്ററിലൂടെ തന്നെയാണ് പോയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും നമുക്ക് പറ്റും. അടിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെയധികം ഭംഗിയായിട്ട് തന്നെയാണ് പാനലുകൾ ഇരിക്കുന്നത്. താഴത്ത് നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വിഷ്വൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ടെറസിൻ്റെ മുകളിൽ നിന്ന് പാത്ത് വേയിലോട്ട് കയറാൻ വേണ്ടി ഒരു കോണി കൂടെ വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോണിയിലൂടെ കയറി നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. രണ്ട് വശത്തുമായി 10 പാനൽ വീതം ആണ് നമ്മളിത് ഈ പവർ പ്ലാന്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു 4 പാനൽ കൂടെ അഡീഷണലി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ്. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും മോണോപെർക്ക് ഹാഫ് കട്ട്, അതിലൂടെ സെൻറ്ററിലൂടെയുള്ള ലൈന്, കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ആണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. നടുവിലൂടെ ഈസി ആയിട്ട് തന്നെ നടന്ന് നമുക്ക് പാനലുകളെല്ലാം എൻഡ് വരെ നമുക്ക് പോയി അത് ക്ലീൻ ചെയ്യാനും മെയിൻ്റെനൻസ് ചെയ്യാനും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മെയിൻ്റെനൻസ് ആണ്. മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഈ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കൽ സൈഡ് വരികയാണെങ്കിൽ കസ്റ്റമർ മീറ്റർ സൈഡാണ്. നമുക്കതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സോളാർ മീറ്ററിംഗ് യൂണിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. DCTV, ACTV ആൻഡ് ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഗുഡ്വി ഇൻവെർട്ടർ വളരെയധികം ഫിനിഷിംഗ് ഉള്ളൊരു ഇൻവെർട്ടറാണ്. അതുപോലെ തന്നെ വളരെയധികം പെർഫോമൻസ് തരുന്നൊരു ഇൻവെർട്ടർ കൂടിയാണ്. മാക്സിമം നമുക്ക് 12 കിലോ വാട്ട് വരെ ലോഡ് ചെയ്യാൻ കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും 10 കിലോ വാട്ട് വരെ പാനൽ ലോഡ് ചെയ്തുകൊണ്ട് വളരെ നല്ല പെർഫോമൻസ് ഗുഡ്വിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. നമുക്ക് ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വളരെ അപൂർവമായിട്ട് കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ് 8 കിലോ വാട്ടിൻ്റെ മീതെ പ്രൊഡക്ഷൻ. അഥവാ നമുക്ക് നേരത്തെ കാണാൻ കഴിയും വെയിലിനനുസരിച്ച് അത് മാറുന്നുണ്ട്. 8010, 8078 അങ്ങനെ മാറുന്നുണ്ട്. 8300 വരെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. നമുക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ്. വെയിലും അതുപോലെ തന്നെ നമ്മുടെ ഉപകരണങ്ങളുടെ പെർഫോമൻസും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ ക്വാളിറ്റിയും എല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ മാക്സിമം 100% പ്രൊഡക്ഷൻ ഒരു പവർ പ്ലാന്റിൽ നിന്നും കറക്റ്റായിട്ട് ലഭ്യമാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കൊരു പവർ പ്ലാന്റിൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുക. നമ്മുടെ ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മളെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗുഡ്വി ഇൻവെർട്ടർ 8 കിലോ വാട്ട് RECയുടെ 400 വാട്ട് 20 പാനൽ 8000 വാട്ട്സ് ലോഡ് ചെയ്തുകൊണ്ടുള്ള ഈ പവർ പ്ലാന്റ് വളരെയധികം പെർഫോമൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 1 കിലോ വാട്ടിന് 4 യൂണിറ്റ് ആണ് ആവറേജ് സ്റ്റാൻഡേർഡ് കണക്കെങ്കിൽ 5 യൂണിറ്റ് വരെ ഈ പവർ പ്ലാന്റിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പെർഫോമൻസ് കൂടെ നമ്മൾ അടുത്ത വീഡിയോകളിൽ വിശദമായി ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി പവർ ഫെയിലിയർ സമയത്ത് നമുക്കിതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് കസ്റ്റമറുടെ ഡിമാൻഡ് പ്രകാരം നമ്മൾ ഒരു 3 kVA ഇൻവെർട്ടർ യൂണിറ്റ് കൂടെ പവർ ബാക്കപ്പിന് വേണ്ടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 200 Ah 2 ബാറ്ററിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് സോളാർ ബാറ്ററിയാണ്. ഭാവിയിൽ 4 പാനൽ നമ്മൾ സ്പേസ് ഇട്ട സ്ഥലത്ത് 4 പാനൽ വെക്കുമ്പോൾ അത് നമുക്കൊരു MPPT വഴി ഈ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് ഓഫ് ഗ്രിഡ് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഇതിനെ സോളാറിനെ മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് കഴിയും. 3000 VA ആണ്. 2100 വാട്ട് വരെ ലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്.
നമുക്കിനി സ്ട്രക്ചറിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം. ഇനീഷ്യലി പാനലില്ലാത്തതിനാൽ കുറച്ച് സൂക്ഷിച്ചു വേണം പാത്ത് വേയിലൂടെ നടക്കാൻ. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് തന്നെ എൻ്റർ ചെയ്ത് 2 സൈഡിലും പാനലുള്ളത് കൊണ്ട് തന്നെ വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ നടുവിലൂടെ നടന്നു പോയി ഈസി ആയിട്ട് തന്നെ മെയിൻ്റനൻസോ ക്ലീനിങ്ങോ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പവർ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പവർ പ്ലാന്റുമായി വീണ്ടും കാണാം. താങ്ക്